അസ്സലാമു അലൈക്കും. പരിശുദ്ധ റമദാനിലെ ഓരോ ദിനവും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വന്നതിനേക്കാളും വേഗതയിലാണ് പലപ്പോഴും റമദാൻ നമ്മളിൽ നിന്നും വിട പറയാറുള്ളത്. ആദ്യത്തെ 10 കഴിഞ്ഞ്, റഹ്മത്തിൻ്റെ ആദ്യത്തെ 10 കഴിഞ്ഞ്, ഇപ്പോൾ മഗ്ഫിറത്തിൻ്റെ ഒന്നാമത്തെ 10-ലാണ്. ഇനിയിപ്പോൾ പാപ വിമോചനത്തിൻ്റെ ഇഫ്തക്കിൻ്റെ 10 വരാനിരിക്കുന്നു. ഏതായാലും ഇതൊക്കെ വളരെ പരിമിതമായ ദിനങ്ങളാണ്. ഏതാനും 3-10 റമദാൻ തീരുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവുമേറെ പ്രാധാന്യത്തോടെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അധ്യായമാണ് ബദർ യുദ്ധം എന്നുള്ളത്. ബദർ യുദ്ധം എന്നുള്ള നിലക്കല്ല, ബദർ അതൊരു ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു വഴിത്തിരിവിൻ്റെ അടയാളമാണ് ബദർ എന്നുള്ളത്. യുദ്ധം കൊതിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ അവിടെ യുദ്ധത്തിന് പോയതായിരുന്നില്ല എന്ന് ചരിത്രം പറയുന്നുണ്ടല്ലോ. യുദ്ധം കൊതിച്ചുകൊണ്ടല്ല അവിടെ പോയത്. അതേ അവസരത്തിൽ അവിടെ ആക്രമിക്കപ്പെടാൻ അല്ലെങ്കിൽ ആക്രമിക്കുവാൻ ഖുറൈശികൾ മക്കയിൽ നിന്നും മദീനയെ ആക്രമിക്കുക, മുസ്ലിങ്ങളെ ആക്രമിക്കുവാൻ വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ള ദൗത്യമാണ് വാസ്തവത്തിൽ ബദറിൽ ഉണ്ടായത്. ആ പ്രതിരോധം പിന്നെ ഒരു വലിയ ചരിത്ര സംഭവമായി മാറുകയാണ് ഉണ്ടായത്. കേവലം ഒരു യുദ്ധ തന്ത്രം എന്നുള്ള നിലക്കല്ല, ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പുതുയുഗം അവിടെ ആരംഭിക്കുകയാണ് ചെയ്തത്. പ്രവാചകൻ ആരാണ് എന്ന് ലോകത്തിന് അന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ അവിടുത്തെ പ്രബോധനമൊക്കെ നിർവഹിച്ചു. അവിടെ ഖുറൈശികളുടെ ബുദ്ധിമുട്ട് സഹിക്കാൻ വയ്യാതെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം തന്നെയാണ് പിന്നെ മദീനയിലേക്ക് എത്തിയത് എന്ന് നമുക്കറിയാം. അപ്പോൾ കേവലം ഒരു പ്രബോധകൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് അതേവരെ ലോകം പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ വിലയിരുത്തിയത്. എന്നാൽ മദീനയിൽ വന്നു. ഹിജ്റ 2-ാം വർഷം ആണ് ബദർ സംഭവിക്കുന്നത്. ബദറിൽ വലിയ മുന്നൊരുക്കത്തോടെയൊന്നല്ല മുസ്ലിങ്ങൾ അവിടെ എത്തിയത് എന്നുള്ളത് പ്രസ്താവ്യമാണ്. ഖുറൈശികൾ അവിടെ 10 മടങ്ങ് ബദറിലെ ബദറിൽ പങ്കെടുത്ത സ്വഹാബിവര്യന്മാരെക്കാളൊക്കെ എത്രയോ ഇരട്ടി ആളുകളാണ് മറ്റ് ഖുറൈശികൾക്ക് അവിടെ ഉണ്ടായിരുന്നത്. അതേ അവസരത്തിൽ അവരാകട്ടെ, ഖുറൈശികളാകട്ടെ വളരെ മുന്നൊരുക്കത്തോടെ, മക്കയിൽ നിന്ന് തന്നെ മുന്നൊരുക്കത്തോടെയാണ് അവർ ബദറിലെത്തി തമ്പടിക്കുന്നത്. എന്നാൽ മുസ്ലിങ്ങളാകട്ടെ ആ വിവരം അറിഞ്ഞ നിമിഷം മുതൽ അത്ര വലിയ ദിവസങ്ങളൊന്നും അവർക്ക് ലഭിച്ചില്ല, സമയമൊന്നും അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ പ്രാർത്ഥനകളിലൂടെയും അതുപോലെ തന്നെ എല്ലാം അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ടുമുള്ള ഒരു യുദ്ധ ഒരുക്കമാണ് അവരെ മുന്നൊരുക്കം എന്നുള്ള നിലക്ക് അവർ നടത്തി. അള്ളാഹുവിനോട് ദ്വാരന്നുകൊണ്ടേയിരുന്നു. അള്ളാഹുവിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് അവർ അതിനുവേണ്ടി സ്വയം സന്നദ്ധരായി എന്നുള്ളതാണ്. അപ്പോൾ ഭക്തി നിർഭരമായ ഒരു അവസ്ഥയിലൂടെയാണ് ബദറിലേക്ക് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ സ്വഹാബിവര്യന്മാർ, ബദരീങ്ങൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നവരെ അവിടേക്ക് മാർച്ച് ചെയ്യുന്നത്. വിശ്വാസമായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആയുധം. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് രാജാധിരാജനായ അള്ളാഹു അവരെ എല്ലാ നിലക്കും സഹായിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നത്. അള്ളാഹു പറയുന്നുണ്ട്, വലഖദ് നസറക്കും അല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങളവിടെ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു, പക്ഷെ അള്ളാഹു നിങ്ങളെ സഹായിച്ചു എന്നുള്ളതാണ്. അള്ളാഹു ബദറിൽ ബദരീങ്ങളെ സഹായിച്ചു. എണ്ണത്തിൽ കുറവായിരുന്നവർ എണ്ണത്തിൽ 10 മടങ്ങ് ശക്തി ഉണ്ടായിരുന്ന ഖുറൈശികളെ അവർക്ക് കീഴ്പ്പെടുത്തുവാൻ സാധിച്ചു. അപ്പോൾ അള്ളാഹു അവരെ സഹായിച്ചത് എന്തുകൊണ്ടായിരുന്നു? അവരുടെ കൽബിലുണ്ടായിരുന്ന തഖ്വയുടെ ഊർജ്ജമായിരുന്നു, വിശ്വാസത്തിൻ്റെ ബലമായിരുന്നു. അത് മുൻനിർത്തിയാണ് അവരതിൽ പോരാടിയത്. അതുകൊണ്ട് തന്നെ അള്ളാഹു അവരെ വിജയിപ്പിക്കുവാൻ വേണ്ടി മുന്നോട്ട് വന്നു. വിജയത്തിന് ശേഷം അവിടെയാണ് പിന്നെ ഇസ്ലാമിക ചരിത്രത്തിലെ പുതിയ അധ്യായങ്ങൾ കുറിക്കപ്പെടുന്നത്. കാരണം ബദർ പിന്നെ ലോകത്ത് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ ലോകത്തിന് പരിചയപ്പെടുവാൻ കഴിഞ്ഞു, ലോകത്തിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് കേവലം ഒരു പ്രബോധകൻ മാത്രമല്ല, അവിടെ നിന്നൊരു രാഷ്ട്ര നായകനായിട്ട് ലോകം അംഗീകരിച്ചു എന്നുള്ളതാണ്. പ്രവാചകൻ്റെ ശക്തി ഒരു ജനതയെ നയിക്കുവാനുള്ള ഊർജ്ജസ്വലതയും ശക്തിയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണ്ട് എന്ന് ലോകത്തിന് മനസ്സിലാക്കുവാൻ കഴിയും. കാരണം ഖുറൈശികൾ അറബ്, പേർഷ്യ,
ഭാഗങ്ങളിൽ ആ ഭൂഖണ്ഡത്തിൽ തന്നെ ഖുറൈശികൾ ഏറ്റവും ശക്തരായ വിഭാഗമായിരുന്നല്ലോ. മക്ക നമുക്കറിയാം, മക്ക ഏറ്റവും വലിയ കച്ചവട കേന്ദ്രം, ഷാമൊക്കെ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങൾ, ലോകത്തിൻ്റെ തന്നെ ഈ ഇപ്പം ആധുനികമായിട്ടുള്ള ട്രേഡ് ലൈനിൻ്റെ ഒരു ഭാഗമായിരുന്നു. സിൽക്ക് റൂട്ട് എന്നിപ്പോൾ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു റൂട്ടുണ്ട്. ചൈനയിൽ നിന്നും മധ്യ പൗരസ്ത്യ ദേശങ്ങളിലേക്ക് പിന്നെ ചരക്കും മറ്റു ഗതാഗതവും ട്രേഡിനൊക്കെ ഏറ്റവും ഉപയോഗപ്പെടുത്തപ്പെടുന്ന മാർഗമാണ്. അത് വാസ്തവത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ അതിനൊക്കെ തുടക്കം കുറിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നും അത്രയും ശക്തമായിരുന്ന ആ അറബ് പേർഷ്യൻ മേഖലയിൽ അവിടെ ഏറ്റവും ശക്തമായ ഒരു വിഭാഗമായിരുന്നല്ലോ ഖുറൈശികൾ. തറവാടിത്തം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഒക്കെ ഉയർന്നു നിന്നിരുന്ന ആ ഖുറൈശി സമൂഹം. ആ ഖുറൈശി സമൂഹം അവരെതിരിടാൻ വന്നപ്പോഴാണ് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കുറഞ്ഞ പരിമിതമായ സ്വഹാബാക്കളുടെ പിന്തുണയോടെ അവരെ കീഴ്പ്പെടുത്തുന്നത്. അപ്പോൾ ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ശക്തിയെയും ബലത്തെയുമാണ് ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തത്. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൻ്റെ ഗതിവേദികളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ബദർ ഒരുപാട് പാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ബദറിൽ ബന്ദിയാക്കപ്പെട്ട പിന്നെ അവിടുത്തെ യുദ്ധ തടവുകാരുണ്ടല്ലോ, ആ യുദ്ധ തടവുകാർക്ക് അവരുടെ മോചനദ്രവ്യമായി പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുന്നത് എന്താണ്? ഏതാനും പേർക്ക് അറിവ് പകർന്നു കൊടുക്കുക എന്നതാണ്. അറിവ് പകർന്നു കൊടുക്കുക, ഏതാനും പേർക്ക് അക്ഷരജ്ഞാനം ഉണ്ടാക്കുക. അപ്പോൾ ലോകത്തെ ഏറ്റവും ശക്തമായ മോചനദ്രവ്യം അത് അറിവാണ്. അറിവിനെ ഈ നിരക്ഷരായിട്ടുള്ള മുസ്ലിംകൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള മോചനദ്രവ്യം പ്രഖ്യാപിക്കുക വഴി പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിജ്ഞാനത്തിന് നൽകുന്ന പ്രാധാന്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ അബു അസീസ് എന്ന ഒരു തടവുകാരൻ, ആ തടവുകാരന് പിന്നെ ഇതുപോലെ ബന്ദിയാക്കപ്പെട്ടു. മദീനയിലെ ഒരു സഹാബിയാണ് അദ്ദേഹത്തിന് വീട്ടിലാണ് ബന്ദിയാക്കപ്പെടുന്നത്. എന്നാൽ ബന്ദിയാക്കപ്പെടുന്ന ഈ അബു അസീസിന് ഈ വീട്ടുകാർ കൊടുക്കുന്നത് ഏറ്റവും മുന്തിയ ഭക്ഷണമായിരുന്നു. വീട്ടുകാർ വളരെ വലിയതായ ഈത്തപ്പഴം മറ്റുമൊക്കെ കഴിച്ചുകൊണ്ട് വിശപ്പടക്കി ഈ ബന്ദിയാക്കി പിടിക്കപ്പെട്ട അബു അസീസിനാകട്ടെ മേൽത്തരം ഭക്ഷണങ്ങളാണ് അവർ കൊടുത്തത്. വീട്ടുകാരത് കഴിക്കാതെ ഈ ഒരു അതിഥിയെ പോലെയാണ് തടവുകാരനെ പോലും അവർ പരിഗണിച്ചത് എന്നുള്ളതാണ്. അതാണ് ഇസ്ലാമിൻ്റെ ആ മാനവികതയുടേതാണ്. സാധാരണ രീതിയിൽ യുദ്ധ തടവുകാരൊക്കെ ഇന്ന് അനുഭവിക്കുന്ന കടുത്ത മനുഷ്യത്വരഹിതമായ കിരാതമായ അനുഭവങ്ങൾ ഇന്നത്തെ കാലത്ത് അതാണല്ലോ യുദ്ധ തടവുകാരൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. അവിടെയാണ് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ബദറിൽ പിടിക്കപ്പെട്ട യുദ്ധ തടവുകാർ അവരെ ഏറ്റവും മാന്യമായ രീതിയിലുള്ള പെരുമാറ്റത്തെയാണ് വിശുദ്ധ മുസ്ലിം സമൂഹം അവർക്ക് നൽകിയത് എന്നുള്ളതും ഇസ്ലാമിൻ്റെ മാനവികതയുടെ ദർശനങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് നല്ല പാഠങ്ങൾ ബദർ നമുക്ക് നൽകുന്നുണ്ട്. അതിനൊക്കെ ഓർമ്മിക്കുന്ന ഒരു ദിനം കൂടിയാണ് ബദർ ദിനം. വിശുദ്ധ റമളാൻ 17 ഹിജ്റ 2-ാം വർഷത്തിലാണ് ബദർ സംഭവിക്കുന്നത്. ആ വർഷം തന്നെയാണ് നോമ്പും നിർബന്ധമാക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ആ നോമ്പിൻ്റെ തഖ്വയുടെ പ്രാധാന്യം, അതുപോലെ തന്നെ അള്ളാഹുവിലെല്ലാം സമർപ്പിക്കുന്ന ഒരു ജീവിത പാരമ്പര്യം, ഇത് രണ്ടും ഒരുമിച്ച് ചേരുന്ന ദിവസമാണ് ബദർ ദിനം. ആ ദിനത്തിൽ ബദരീങ്ങളെ സ്മരിച്ചുകൊണ്ടും അവർ ഓർത്തുകൊണ്ടും അവർക്ക് വേണ്ടി ദ്വാരുന്നുകൊണ്ടും നമുക്ക് ഈ ദിവസത്തെ ധന്യമാക്കാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.